തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കൂടിയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനായി വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നന്നായി അറിയുന്നു, ഒരു നിമിഷമെങ്കിലും ഞങ്ങളുടെ ആയുസ് ദീർഘമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങാണ് ഞങ്ങൾക്ക് ആയുസ്സിനെ ദീർഘമാക്കി തരുന്നത്. ഞങ്ങൾക്ക് ആയുസ്സിനെ ദീർഘമാക്കി തന്നു എന്നതിനേക്കാൾ അപ്പുറമായി അങ്ങയുടെ പുത്രന്റെ കൃപയിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഏതുദ്ദേശത്തോടുകൂടി ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നുവോ ആ മഹത്വമുള്ള ഞങ്ങളുടെ നിർമ്മാതാവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന, ഞങ്ങളെ നിർമ്മിച്ച, ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന അങ്ങയുടെ ആ ഹിതത്തിൻ്റെ പൂർണ്ണത ഞങ്ങളിൽ നടക്കുവാൻ, നിറവേറപ്പെടുവാൻ ഞങ്ങളുടെ കരുണ കാണിക്കണം ദൈവമേ. അതിനായിട്ട് ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം. വചനത്തിൻ്റെ വാതിലുകളെ അങ്ങ് തുറന്നു തരണം. വചനം ഗ്രഹിക്കേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഈ ജീവന്റെ വിത്തുകൾ 30, 60, 100 മേനിയായി ഫലം കൊടുക്കത്തക്കവണ്ണം ഒരുക്കമുള്ള നിലങ്ങളിൽ വിതയ്ക്കപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കാക്കപ്പെടുവാൻ ഇടയാക്കണമേ. ഒരുമിച്ച് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകല് കർത്താവ് ഹൃദയത്തെ പ്രകാശിപ്പിച്ച വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരം ഓർപ്പിച്ചു, നമ്മുടെ ചില തെറ്റിദ്ധാരണകളൊക്കെ മാറണം. തെറ്റിദ്ധാരണകൾ മാറണം. കർത്താവ് അതിനുള്ള നമുക്ക് യഥാർത്ഥ ബോധ്യം ദൈവം നമുക്ക് തരട്ടെ. സ്തോത്രം. കാരണം ഞങ്ങൾ അമരാവതിയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പം ഒത്തിരി ഞങ്ങൾ ഡിമോണിക്ക് പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന ദുരാത്മാവ് പിടിച്ച ഒത്തിരി കേസുകൾ ഞങ്ങൾക്ക് അവിടെ ഡെയിലി ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ 3, 4 കേസുകളൊക്കെ ആയിരിക്കും ദുരാത്മാവ് പിടിച്ച ആ വിഷയങ്ങൾ. ഞാനൊരു പ്രാവശ്യം ഇവിടെ ഏതോ ഒരു സഭ വന്നപ്പോൾ, ഈ സഭയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു വീട്ടിൽ ഞാൻ താമസിക്കാൻ എനിക്ക് അന്ന് ഏതൊരു വീട്ടിലായിരുന്നു എൻ്റെ അക്കോമഡേഷൻ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു സിസ്റ്റർ ചോദിച്ചു, ഭൂതമൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു. ഭൂതങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ബോംബെയിൽ ഇപ്പം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പലപ്പോഴും ഈ കേസിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച, പിശാച് എപ്പോഴും ഒരു മനുഷ്യനിൽ ആധിപത്യം പുലർത്തുന്നത് അവൻ്റെ തിരിച്ചറിവിനെ അന്ധമാക്കിയാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ओके. शैतान लोगों के ऊपर कैसे कार्य करते हैं? उनकी समझ को अंधा करके, क्योंकि उनको सही समझ नहीं मिलना. അവൻ യാഥാർത്ഥ്യത്തെ അറിയരുത്. परमेश्वर क्या करने के लिए कोशिश करते हैं? हम सच्चाई को जानना. നമ്മൾ സത്യത്തെ അറിയണം. उसके कारण परमेश्वर अपना वचन दिया, क्योंकि वचन सत्य है और वचन देहधारी होकर आया. यीशु मसीह भी सत्य है और यीशु ने बोला, जिसने मुझको भेजा वो भी सत्य है और जो आत्मा हमें दिया वो भी सत्य की आत्मा. ആമേൻ. ദൈവത്തിന് ഒരു വലിയ പ്രത്യേകതയാ, ഹി ഈസ് ട്രൂ. അതാണ് സത്യം. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വഴിയും സത്യവും. ആമേൻ. അപ്പം സത്യം അറിയണമെങ്കിൽ ആരെ കാണണം? കർത്താവിനെ. എന്നിട്ട് യേശു പറഞ്ഞ ഈ
സത്യം നിങ്ങൾക്ക് എന്ത് തരും? സ്വാതന്ത്ര്യം തരും. അപ്പം സത്യ തുംകോ ക്യാ കരൂങ്ക, സച്ചായി തുംകോ ആസാദ് കരൂങ്ക. അങ്ങനെയെങ്കിൽ നമ്മളെ ബന്ധിക്കുന്നത് അസത്യങ്ങളാണ്. ആമേൻ, ആമേൻ. അപ്പം നമ്മൾ സത്യത്തെ അതിൻ്റെതായ രീതിയിൽ അറിയുക. ആമേൻ. ഞങ്ങൾ പല കേസുകളിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ശാസിച്ചാൽ പിശാച് പോകും. പിശാചിന് പോകണം, യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ പോകണം. യीशु मसीह के नाम से जा निक, उनको निकलना है. लेकिन हम जाने के बाद और वापस और आएंगे और इसके बाद फिर से कॉल करते हैं, अरे पास्टर साहब फिर से तकलीफ हो रहे हैं. പിന്നെയും ചെല്ലും. എന്തിനാ പിന്നെ തിരിച്ചു വന്നേ? അത് ഇവിടെ താമസിക്കാൻ നല്ല സ്ഥലവാ. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ കർത്താവ് അധികാരപ്പെടുത്തി അയക്കുമ്പം ഭൂതങ്ങളുടെ മേൽ അധികാരം കൊടുത്തു. जब वो लोग जाकर होलसेल रिटेल बिजनेस नहीं किया, अरे कोई इसी घर में दुष्ट आत्मा है तो लेके आओ, अभी हम ठीक करूंगा करके ऐसे घुमा के निकाल कर नहीं. पहले ये लोगों ने प्रचार किया, मन फिरावो, पश्चाताप कर, മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയുള്ള ആളുകളോട് പറയാറുണ്ട്, ഈ എന്നാ ഡുക്കർ മലയാളത്തിൽ പന്നി എന്ന് പറയും. അതിനെന്താ പറയുന്നത്? സുവർ. സുവർ ഡുക്കർ. ഇവരെവിടാ താമസിക്കുന്നേ? ചെളിയില. ഞാനൊരു 6 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് ചെന്നു, ഇഷ്ടം പോലെ സുവർ. ഒരു അടുത്തിടെ ചെന്നപ്പോൾ അവിടെ ഒരൊറ്റ പന്നികളില്ല. കാരണം സ്ഥലമെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ കുറച്ച് ശാസിക്കുന്നത് കൊണ്ടൊന്നും അർത്ഥമില്ല. നമ്മൾ അവനൊരിക്കലും ഇടം കിട്ടാത്ത രീതിയിൽ നമ്മളൊരു ശുദ്ധീകരണം, നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യഥാർത്ഥ ബോധവാന്മാരാകണം. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം നമ്മൾ സത്യത്തെ എന്ത് ചെയ്യരുത്? അറിയരുത്. പിന്നെ പിശാചിനെ നന്നായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് അവൻ വളരെ തന്ത്രശാലിയാണ്. ഈ പിശാചിനെ കുറിച്ച് പറയുമ്പം അവൻ്റെ ബലത്തെക്കുറിച്ചല്ല ബൈബിളിൽ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്, അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച്. പിശാചിൻ്റെ ബലം എന്ന് പറയുന്നത് തന്ത്രമാണ്. ആമേൻ. നിങ്ങളൊരു വാക്യം പൗലോസ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ ദൈവത്തിൻ്റെ എരിവോടുകൂടെ ഞാൻ എരിയുന്നു. സർപ്പം ഹവ്വായെ, അവിടെ ബലപ്രയോഗമല്ല, പഴം കഴിച്ചാൽ മതി, അത് ബലപ്രയോഗത്തിൽ കൂടെയും കഴിപ്പിക്കാം. ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം നമ്മളുടെ ഹൃദയം എപ്പോഴും ആരോട് ബന്ധത്തിലിരിക്കണം? കർത്താവിനോടുള്ള ബന്ധത്തിലിരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധം വിട്ടു പോകുവോ? यीशु मसीह के साथ जो आपका जो निर्मलता, जो सीधाई आपका दिल का प्रभु के साथ होना है, वो टूट जाएगा, उसमें से दूर आएगा, हट जाएगा, ऐसे मैं डरता हूं करके उन्होंने बताया. लेकिन उसके बाद पौलोस क्या बोल रहे हैं? അതിനടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ഒരുത്തൻ വന്ന് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും മറ്റൊരു സുവിശേഷം പറയുകയും നിങ്ങൾക്ക് ലഭിക്കാത്ത മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, യേശുവിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റുന്ന കാര്യം പറഞ്ഞിട്ട് ഏതെങ്കിലും ദേവന്റെ ദേവിയുടെ പേരല്ല പിന്നെ പറയുന്നത്, മറ്റൊരു യേശു. എന്താ ഈ മറ്റൊരു യേശു? ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, വചനം സത്യമാണ്. ആ സത്യത്തെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുക? അറിയുക. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ കേട്ടില്ലേ, വചനത്തിൻ്റെ വാതിലുകളെ എനിക്ക് തുറന്നു തരണം, പിന്നെ അത് അതുപോലെ തന്നെ പ്രസ്താവിക്കപ്പെടേണ്ടതിനും വേണം, ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തന്നെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ വചനത്തോട് കൂട്ടുകയും ചെയ്യുന്നില്ല, കുറയ്ക്കുകയും ചെയ്യുന്നില്ല, ഉപകാരമുള്ളതൊന്നും ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല, അത് അതിൻ്റെതായ രീതിയിൽ തന്നെ. അതുകൊണ്ട് ആ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് എത്ര സ്ഥലത്താണ് അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പിശാച് ചെയ്യുന്ന ഒരു വലിയൊരു സൂത്രപരിപാടിയാണ്. വളരെ ശ്രദ്ധിക്കണം. മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം. അത് പറയുന്നതിൻ്റെ ഒരർത്ഥം, ഞാൻ നാഗ്പൂരുള്ള, ഞങ്ങൾ അമരാവതിയിൽ നിന്ന് നാഗ്പൂർ
150 കിലോമീറ്റർ ഉണ്ട്. നാഗ്പൂരിൽ നിന്നൊരു ബ്രദർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളൊരു സഹോദരിയെ വിവാഹം ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു പ്രാവശ്യം കൂട്ടായ്മ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് നാഗ്പൂർ പോകാൻ തോന്നുന്നില്ല. ഇപ്പം അമരാവതി വീടൊക്കെ മേടിച്ച് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് രമാകാന്ത് എന്നാ. എന്താ പേര്? രമാകാന്ത്. ഇപ്പം നിങ്ങൾക്ക് പേര് കിട്ടിയല്ലോ. എന്താ? രമാകാന്ത്. രമാകാന്ത് ബ്രദർ ഒരു നേഴ്സാണ്. എന്താണ്? നേഴ്സാണ്. ഇനി വളരെ ശ്രദ്ധിക്കുക. ഈ രമാകാന്ത് ബ്രദർ ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണമെന്ന്. എന്താകണം? ഡോക്ടർ ആകണം. പക്ഷെ പറ്റിയില്ല സാഹചര്യങ്ങൾ. പക്ഷെ അദ്ദേഹം ഒരു നേഴ്സായി. ഇനി ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം നേഴ്സാകാനുള്ള, ഡോക്ടർ ആകാനുള്ള കാരണം ഇതായിരുന്നു. അദ്ദേഹത്തിന് ഈ രോഗികളെ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം, അവരെ പരിപാലിക്കണം. അങ്ങനെ ഒരു വലിയൊരു ബേർഡൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അദ്ദേഹം എന്തായി? ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത സെക്ഷൻ. ഈ രമാകാന്ത് ബ്രദറിന് ഒരു നല്ല ബൈക്കുണ്ട്. ബൈക്ക് എന്ന് പറയുന്നത് 150 cc. എന്താ പറയുന്നത്? ഡ്യൂക്കോ? എന്താ? ഭയങ്കര ഈ മുകളൊക്കെ പൊങ്ങിയിരിക്കുന്ന മിന്നൽ പോലെ പോകുന്ന ഏതാണ്ടൊരു സാധനമാണ്. അതിൻ്റെ പേരെന്നാ? ഏത് ബൈക്കാ അത്? എവിടെയുള്ളവർക്ക് അറിയത്തില്ല. എന്തേലും ആട്ടെ. നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലർ ഇങ്ങനെ മിന്നായം പോകുന്ന, ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? പിന്നെ പത്രത്തിൽ ഫോട്ടോയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു ബൈക്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് ചില സമയത്തൊക്കെ പോണത്. അപ്പം ഇനി രണ്ട് വ്യത്യസ്തരായ ആളുകൾ രമാകാന്തിനെ കുറിച്ച് പ്രസംഗിക്കുക. ആരെക്കുറിച്ച്? രമാകാന്തിനെ കുറിച്ച് പ്രസംഗിക്കുക. ഒരാൾ പ്രസംഗിച്ചു, രമാകാന്ത് ബ്രദർ അദ്ദേഹത്തിന് രോഗികളോട് വലിയ താല്പര്യമാണ്, അദ്ദേഹത്തിന് ആ രോഗികളെ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരാൾ പ്രസംഗിച്ചു. മറ്റൊരാൾ വന്ന് പ്രസംഗിക്കുന്നു, രമാകാന്ത് ബ്രദർ നല്ലൊരു ബൈക്ക് റേസറാണ്, അദ്ദേഹം 150 കിലോമീറ്റർ 100 കിലോമീറ്റർ താഴെ സ്പീഡിൽ പോകാറില്ല. അപ്പം ഈ രണ്ടുപേരുടെ പ്രസംഗം ഒരേ ആളെക്കുറിച്ചാണ്. എല്ലാവരും ഉണ്ടോ? രണ്ടാമത്തെ പ്രസംഗം കേട്ടവരെല്ലാം പോയി വലിയ ബൈക്ക് മേടിച്ചു, 150 cc. ഇനി അദ്ദേഹം സ്പീഡിൽ പോയി. കാരണം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേज में बीमार लोग हैं, उनके पास जल्दी पहुंचाने के लिए क्या किया था? स्पीड में गया था. लेकिन इनका प्रचार का सब्जेक्ट क्या था? बड़ा बाइक है और स्पीड में चलते हैं. आमेन. എന്നാൽ കോറായിട്ടുള്ള സത്യവേദവാ രോഗികളെ ശുശ്രൂഷിക്കണം, പരിപാലിക്കണം എന്നുള്ളതാ. ഇപ്പൊ മനസ്സിലായോ? ഇനി പിശാച് ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് യേശുവിനെ വെച്ചോണ്ട് രണ്ട് കാര്യം പറയിപ്പിക്കുക. ഏതിന് പ്രാധാന്യം കൊടുക്കണം അതല്ല, പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് ശരിയായ ലക്ഷ്യത്തിൽ എന്ത് ചെയ്യുക? ഡൈവേർട്ട് ചെയ്യിക്കുന്നു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് ഈ കാലഘട്ടം യേശുവിനെയൊക്കെ പ്രസംഗിക്കുന്ന എല്ലായിടത്തും, പക്ഷെ അത് അതിൻ്റെതായ രീതിയിൽ പ്രസംഗിക്കപ്പെടുവാനും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആ കർത്താവിനെ ഉൾക്കൊള്ളുവാനും ദൈവസന്നിധിയിൽ ദൈവകൃപ നമ്മൾ ചോദിക്കണം. ആമേൻ. ആമേൻ. മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമുക്ക് കർത്താവ് തന്ന വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. വിശുദ്ധ ലൂക്കോസ് 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. ആരെങ്കിലും ശബ്ദം? ആമേൻ. മതി. വായിച്ചത് മനസ്സിലായോ? लूका रचित सुवार्ता 13वीं अध्याय उसका अध्याय का 25वां वचन, अല്ലേ? 25 और 26वां वचन. ഞാൻ ബൈബിൾ വായിച്ചപ്പം ശരിക്കും പേടിച്ചു പോയൊരു വാക്യം ഇത്. ഡർ ഗയ, പേടിച്ചു പോയി. എന്താ കാര്യം? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് ആർക്ക് വേണേലും പറയാമല്ലോ. പക്ഷെ പേടിക്കാൻ കാരണം അറിഞ്ഞെന്ന് ചിന്തിച്ചയാൾ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പം പേടിച്ചു പോയി.
സ്തോത്രം. എല്ലാവരും ഉണ്ട് ഇവിടെ? ആമേൻ. ഇനി നമുക്ക് ആ വചനഭാഗത്തേക്ക് പോകാം. ഈ വചനം കർത്താവ് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, ഒരു ചോദ്യത്തിൻ്റെ മുമ്പിലാണ്. അതിൻ്റെ ബാക്കി പശ്ചാത്തലത്തേക്ക് ഇപ്പോൾ പോകാൻ സമയമില്ല. 22 മുതലുള്ള വാക്യങ്ങളിൽ 22 वचन से लेकर इधर हिंदी है ना? ओके सॉरी. 13वें अध्याय का 22वां वचन में हम देखते हैं वो नगर नगर गाँव गाँव. पौलोसिने कुरिച്ച് നമ്മൾ കണ്ടു. പോൾ के बारे में भी कल हमने देखा. नगर नगर गाँव गाँव. यीशु मसीह का भी विशेषता था क्या? കുറച്ച് പേർ ഇങ്ങനെ സിറ്റി കൂടെ മാത്രമേ പോകത്തുള്ളൂ. कुछ लोग ऐसा सिर्फ शहर में चलते हैं. गाँव पसंद नहीं, ऐसा नहीं. यीशु मसीह ऐसा था, नगर नगर और गाँव गाँव, क्योंकि हर जगह में इंसान है, हर जगह में सुवार्ता परमेश्वर के राज्य का घोषणा होना है. आमीन. अब वो शहर शहर गाँव गाँव उपदेश करता हुआ എങ്ങോട്ടാ പോണത്? യെരുശലേമിലേക്ക്. കർത്താവിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ. അതെപ്പോഴും ഭയങ്കര മനോഹരമാണ്. ആ ഒരു തനിക്ക് വെച്ചിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എങ്കിലും ആ യാത്രയിൽ ഓ ജൈസെ സഫർ करने के समय किसी ने उससे पूछा, हे प्रभु क्या उद्धार पाने वाला थोड़ी है? കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്നതാ? എന്തുവാ? രക്ഷിക്കപ്പെടുക, രക്ഷയാ. ആമേൻ. രക്ഷിക്കപ്പെടുന്നത് ചുരുക്കമാണ്. ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ എനിക്കൊരു അല്പം എന്താ തോന്നുന്നത്, मुझको थोड़ा अजीब लगा, क्योंकि एक कोई सेवा करने वाला आदमी, पास्टर, कितने लोग उद्धार पाएंगे करके हम कैसे इवैल्यूएट करते हैं? वो सेवक कितना सामर्थ्यशाली है, ताकतशाली है, मतलब हुशार है, उनका सेवकाई का तरीका देखकर हम पता चलता है इधर बहुत लोग उद्धार पाएंगे. എന്ന് വെച്ചാൽ പാസ്റ്റർ നല്ല അറിവും ശക്തിശാലിയും വലിയ കൃപാവരങ്ങളൊക്കെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഇവിടെ ഒത്തിരി പേര് രക്ഷിക്കപ്പെടും. मैंने इधर यीशु मसीह की जैसे दूसरा एक सेवक नहीं है, उनकी जैसे दूसरा एक सामर्थ्यशाली नहीं है. देखिए उनके पास आकर ऐसे पूछ रहे, उद्धार पाने वाला थोड़े है? ശരിക്കും ഒത്തിരിയാണോന്നാ ചോദിക്കേണ്ടത്. ऐसा है तो उद्धार के बारे में प्रभु यीशु का शिक्षण कितना गंभीर होंगे. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം ഏതാ? ചുരുക്കം എന്നുള്ളതല്ല, രക്ഷയാണ്. ചുരുക്കം വലിയ വാക്കാ. അതൊത്തിരി സീരിയസാ ക്രിസ്തീയ ജീവിതത്തിൽ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ആമേൻ. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ? അപ്പൊ കർത്താവ് കൊടുത്തൊരു മറുപടി എന്താ? യീശുനെ ക്യാ ഉത്തർ ദിയാ? ഇടുക്ക് വാതിലിൽ കൂടി സഖേ ദ്വാർ സെ പ്രവേശ് ഹോനെ കാ യത്ന കരോ. ഇടുക്ക് വാതിലിൽ കൂടി അകത്ത് കടക്കാൻ ശ്രമിക്കുക. ആമേൻ. ഒത്തിരി പേര് കടക്കാൻ നോക്കും, പക്ഷേ കഴിയില്ല താനും. നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. ഇൻസാൻ का एक സൈക്കോളജി है. ഈ മെജോറിറ്റി എവിടെയുണ്ട് അവിടെ നമ്മൾ. സത്യമായിട്ടും ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 20 പേര് ഇങ്ങനെ ഓടി വരുവാണെങ്കിൽ നമ്മൾ മിണ്ടത്തില്ല, ആ കൂടെ നമ്മൾ ഓടും. ആമേൻ. एक बार कोई ഓക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റാണ്. ഭൂരിപക്ഷം എവിടെയുണ്ടോ അവിടെ നമ്മളും ഉണ്ട്. അത് ഓട്ടോമാറ്റിക് കാര്യമാണ്. അത് വെച്ച് നോക്കിയാൽ രക്ഷ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്തോത്രം. നിങ്ങൾക്കറിയാവോ, ഈ പേജ് കളയരുത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യങ്ങൾ നോക്കിക്കേ. അവിടെയും കൊടുത്തിട്ടുണ്ട് പുഷ്കൺ. മറാഠി में वो शब्द बहुत लोग बोलेंगे. പലരും വന്ന് പറയും ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ. ഇവിടെയും പറയുന്നൊരു വാക്കായത്, ഞാൻ നിങ്ങളെ
എൻ്റെ ബൈബിളിൽ അറിയുന്നില്ലെന്നല്ല, നിങ്ങളുടെ ബൈബിളിൽ അറിയുന്നില്ലെന്നല്ലേ? അറിയുന്നില്ലെന്ന് പറയുന്നതും അറിഞ്ഞിട്ടേയില്ല. ഇംഗ്ലീഷ് ഐ നെവർ ന്യൂ, ഐ ഡോണ്ട് നോ ഐ നെവർ ന്യൂ, ഞാൻ അറിഞ്ഞിട്ടേയില്ല. പക്ഷെ ഏത് നാമത്തിലായിരുന്നു പരിപാടി നടന്നത്? യേശു പറയും ഞാൻ അറിഞ്ഞിട്ടേയില്ല. അറിയുന്നില്ലെന്നല്ല. എന്ത് ഭയങ്കരമല്ലേ? ആമേൻ. അവിടെയും ഗ്രൂപ്പ് നോക്കണം, കുറവല്ല. എന്താ? പലരും, മെജോറിറ്റിയാ. ഇനി അത് മാത്രമല്ല, 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നോക്കിക്കേ. 7:13. ആ ആ ആ അയ്യോ ബഹുത്തെ ആ ആ അയ്യോ സ്തോത്രം. മതി. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ അല്ലേ? വിളിക്കപ്പെട്ടവർ, ബുലായ ഹുവാ ബഹുത്തെ, ചുനെ ഹുവേ തോടി. അമേൻ, അമേൻ. അപ്പൊ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം അല്ലേ? വെറും ലാഘവത്തോടുകൂടെ കാണാൻ പറ്റുന്ന ഒന്നല്ല മസി ജീവൻ. വളരെ സീരിയസ് ആയിരിക്കണം. आमेन, आमेन. इबड़े इधर यीशु को पूछा, उद्धार पाने वाला थोड़ी है? यीशु ने बोला, सगे द्वार से प्रवेश होने का कोशिश करना. बहुत लोग मेहनत करेंगे, कोशिश करेंगे, लेकिन उनसे नहीं होंगे. और उसके आगे क्या बोला? 25वां वचन, लूका 13:25. ഇനി ഈ ദ്വാർ വാതിലിനെ കുറിച്ച് പിന്നെ വേറൊരു രീതി പറയുക. വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിലടച്ച ശേഷം, ആരാ? ഘർക്കാസ്വാമി, വീടിന്റെ ഉടയവൻ എഴുന്നേറ്റ് വാതിലടച്ച ശേഷം कौन? तुम लोग बाहर खड़े होकर कहने लगेंगे, हे प्रभु हमारे लिए खोल दे. ആമേൻ. വിഷയം ഏതാ? രക്ഷിക്കപ്പെടുമോ? സ്തോത്രം, നിങ്ങൾ ഇവിടെ ഉണ്ട്. ആമേൻ. ഇത് രക്ഷിക്കപ്പെടും മാത്രമല്ല, ഇതിന്റെ താഴോട്ട് പറഞ്ഞു വരുമ്പം 28ാമത്തെ വാക്യം നോക്കിക്കേ. ഉദർ അബ്രഹാം ഇസ്ഹാക്ക് കഹാം ബൈറ്റെങ്കെ. അപ്പം രക്ഷിക്കപ്പെടുക, ദൈവരാജ്യം എല്ലാം ബന്ധത്തിലുള്ള കാര്യമായി പറയുന്നത്. ആമേൻ. ഇത് വെറും ഒരു വീടിന്റെ ഉടയവൻ എഴുന്നേറ്റ് വാതിലടച്ച വിഷയമല്ല. വിഷയം എന്നതാ? രക്ഷ, ദൈവരാജ്യവാ. ആമേൻ, 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 ആമേൻ. इधर घर का स्वामी उड़कर द्वार बंद करने के बाद तुम बाहर खड़े होकर കടക്കടാക്കർ ബോൾ रहे क्या? ഹേ സ്വാമി, ഹേ പ്രഭു. ഇത് ഒരു വലിയ വിഷയമാണ്. ഈ വിളി എന്താ വിളിച്ചിരിക്കുന്നത്? ഹേ 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 സ്വാമി, ഹേ പ്രഭു. നിങ്ങൾക്കറിയാമോ, ഞാൻ പലപ്പോഴും ഈ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ പ്രാർത്ഥന പോലും ചില സമയത്ത് നമുക്ക് തന്നെ അറിയത്തില്ല എന്നാ പറയുന്നെന്ന്. അങ്ങനെ ചിന്തിക്കില്ല, നമ്മൾ പറയുന്നത് നമുക്കറിയാം. പക്ഷേ എന്നെ ഒത്തിരി ഭയപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥനയെ പോലും ഒരു നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഞാൻ പല സഭായോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ചില സ്ഥലത്തൊക്കെ പല പ്രാവശ്യം ചെല്ലുമ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചിലർക്ക് ഈ പ്രാർത്ഥിക്കാൻ നല്ല എന്നുവെച്ചാൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ പറഞ്ഞോണ്ട് അങ്ങ് തുടങ്ങും. അങ്ങനെ ഒരു ട്യൂണും ഒരു ഇതും പ്രാസവും ഒക്കെ ഒപ്പിച്ച് ലാസ്റ്റ് രാമേൻ പറയും. പിന്നെ ഈ കുറച്ച് പേര് ഇപ്പോൾ പുതുതായിട്ട് വരുന്നവരും പിന്നെ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കും, ഞാൻ എപ്പോഴാണ് ഒന്ന് പ്രാർത്ഥിക്കുന്നത്, എനിക്കിങ്ങനെയൊന്ന് പറയാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്, ഇവിടെ പ്രഭു എന്നാണ് വിളിക്കുന്നത്, പ്രഭു. പക്ഷെ നിങ്ങൾ ഈ പേജ് വിടാതെ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് വന്നേ. 7-ാം അധ്യായം അതിന്റെ 21ാമത്തെ വാക്യത്തില് ഏവനുമല്ല. ഇവിടെയും ഏത് ശബ്ദമാണ് വരുന്നേ? പ്രഭു, 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 പ്രഭു. ഇവിടെ ഒരു വിഷയം, ദൈവം നമുക്ക് പ്രഭുവാണ്. വോ ഹമാരാ ക്യാ ഹെ? പ്രഭു ഹെ. നമുക്ക് ദൈവം കർത്താവാണ്. എന്നാൽ
ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കർത്താവെന്നുള്ള വാക്കിനേക്കാളും, കർത്താവാണ്, ഒരു മാറ്റവുമില്ല, പക്ഷെ അതിലും ഒരു പടിയും കൂടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം തനിക്ക് നമ്മുടെ പിതാവായി നിൽക്കണം എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന, പപ്പായുടെ ഇഷ്ടം ചെയ്യുന്നവൻ. ഈ പിതാവിന്റെ ഇഷ്ടം ആർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ? മക്കൾക്ക്. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇനി ഈ ഒരു വിഷയം വളരെ 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 ഗൗരവമുള്ള ഒരു വിഷയമാണ്, പുത്രത്വം എന്നുള്ളത്. ആമേൻ. ഇനി നമ്മൾ ഏതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റിയിലും, ഏതൊരു कोई भी आत्मिक कामों में परमेश्वर चाहने वाला बात है, हम उनका गुलामी होकर नहीं, उनकी बेटा होकर रहना. आमेन. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഹമേശ ഹം ചാഹനെ വാല ബോൾനെ വാല ബാത്ത് ഹൈ, परमेश्वर के क्या करना? ആരാധന है ना? सही है ना? ഈ ആരാധനയിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പുത്രത്വമാണ്. ഇനി ദൈവം ആരാധനയല്ല നോക്കുന്നത്, ദൈവം ആരാധനയല്ല നോക്കുന്നത്. എല്ലാവരും എന്താ ഇതൊരു പാസ്റ്റർ ആണോ അല്ലേ? നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ പറയുന്ന സ്വർഗം കുനിഞ്ഞു നോക്കുന്ന, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന. അയ്യോ, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന വേറെ കാര്യമാണ്. അത് നമ്മൾ ഈ പറയുന്ന ബഹളത്തിലൊന്നും അല്ല, അത് വേറെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എങ്കിലും നമ്മൾ അങ്ങ് പറഞ്ഞ് എവിടുന്നോ കേട്ടു, ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് വിടുക, കുഴപ്പമില്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓക്കെ, പറഞ്ഞു വന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് വരണേ, ഈ പേജ് വിടണ്ട. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24, 23. സത്യനമസ്കാരികൾ. അമേൻ. യൂഹന്ന 4 का 23 और 24. ओके, सच्ची आराधक सत्य नमस्कारिകൾ आरे आरे परमेश्वर को करके नहीं दिया, पिता को, പിതാവിനെ. സത്യ നമസ്കാരി, സച്ചി ആരാധക്. ഈ സത്യ നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചൂട്ടേ ആരാധക് ബി ഹേ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഹാ അല്ലേ? ഹോത്തെ ഹേ നാ. सच्ची आराधक पिता को आत्मा और सच्चाई में നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്തത് നമസ്കാരം ഇങ്ങനെ ആയിരിക്കണം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആരാധന കർണേ വാല ഐസാ ഹോന. ആമേൻ. ദൈവം ആരാധനയല്ല ഒന്നാമത് നോക്കുന്നത്, ആരാധകരെയാണ്. ആമേൻ. അവിടെ പിതാക്കി ശബ്ദായ. ആമേൻ. അപ്പം യഥാർത്ഥ ആരാധന വെറും ഒരു ബഹളമൊന്നും അല്ല. आमेन. ഞാനൊരു സ്ഥലത്ത് एक जगह में मीटिंग के लिए गया, मुंबई में है, उधर बहुत ये कर रहा था, मतलब बहुत आवाज, बहुत उस समय मुझको ऐसे महसूस, परमेश्वर की आत्मा मुझको बोल रहा था, सही में मेरे दिल में इतना जोर से बोल रहा था, इधर की आराधना നമ്മൾ പറയത്തില്ലേ സുഗന്ധദായക എന്നാ, സുഗന്ധദായക ഹോക്കറേനെ അല്ലേ നമ്മുടെ ആരാധന അല്ലേ, പറയില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? कर्तावे सुगंधदायकमाई ले परमेश्वर मुझको बोल रहा था, इधर का जो आवाज मुझको, ये जो चूल्हा में, मतलब അടുപ്പിന് എന്നാ പറയുന്നത്, അടുപ്പ് കത്തിക്കുന്ന അടുപ്പ്, चूल्हा में लाल मिर्ची डालेगा तो कैसा रहेगी? വട്ടലുമുളക് അടുപ്പിനകത്തിട്ടാൽ എങ്ങനെ ഇരിക്കും? എനിക്ക് അങ്ങനെയാ महसूस ആകുന്നത്. मुझको ऐसे महसूस हो रहे करके वो बोल रहा था प्रभु की आत्मा. उसके बाद उधर का वर्शिप लीडर के बारे में मैंने पहले बार ऐसे किसी के ऊपर ऐसे करके मुझको मैसेज देना पड़ा.
എല്ലാവരും ഉണ്ടോ ഇവിടെ? ആമേൻ. ഓ ജഗോ में 50 होने के बाद पास्टर भी डर गया. വലിയ പ്രശ്നമായിരുന്നു. അവസാനം ആരും മൈൻഡൊന്നും ചെയ്തില്ല. പാസ്റ്ററിനെ ഞാൻ ഒരു മൂലയ്ക്ക് പോയി പ്രസവം കഴിഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയൊക്കെ ആയിട്ട് എവിടെ പോകുന്നത്. എന്തായാലും അത് പ്രത്യേക അനുഭവമായിരുന്നു. ഓക്കെ, പറഞ്ഞു വരുന്നതിന്റെ സാരം, ദൈവം ആരാധനയിൽ പോലും ദൈവം പുത്രത്വത്തെയാണ്, പുത്രനായിട്ടാണ് പിതാവിനെ, അമേൻ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ പുത്രത്വത്തിന് ഭയങ്കര സ്ഥാനമാണ്. प्रार्थनाइल प्रार्थना में पुत्रत्व को बड़ा जगह है. इसलिए यीशु मसीह को प्रार्थना हमको सिखाओ बोलने के समय, हे हमारा स्वर्गीय परमेश्वर नहीं, हे हमारा स्वर्गीय पिता. पिता पिने वो उसके बारे में प्रभु सिखाने के समय, आप में कोई व्यक्ति अपने बच्चा रोटी मांगेगा तो आमेन, तुम लोग दोषी होकर तुम्हारी बच्चों को अच्छा दान देने के लिए जानता है तो तुम्हारी स्वर्गीय पिता अपने मांगने वालों को. അവിടെ പ്രാർത്ഥനയിലും പിതൃപുത്ര ബന്ധത്തെയാണ് വെക്കുന്നത്, ആരാധനയിലും പിതൃപുത്ര ബന്ധമാണ്, സുവിശേഷ ഘോഷണവും പുത്രത്വത്തെക്കുറിച്ചുള്ളതാണ്. ആമേൻ. ക്രിസ്തീയ ജീവിതം പുത്രത്വത്തിന്റെ തികവിലേക്കുള്ള യാത്രയാ. ആമേൻ, 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 ആമേൻ. അപ്പം ഈ കർത്താവേ എന്നുള്ള വിളിയും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന മകനാകുന്നതും വലിയ അന്തരമാണ്. ആമേൻ. അപ്പം നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ വെറുതെ എൻ്റെ കർത്താവേ കർത്താവേ എന്നൊക്കെ കുഴപ്പമില്ല, കർത്താവെ എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ ദിവസവും ചെല്ലും തോറും ഹർ ദിൻ ഹം ആगे बढ़ने के समय वो स्वर्गीय पिता की प्रिय बेटा प्रिय बेटी होने के लिए, उसमें बढ़ने के लिए हम में ऐसे एक रूपांतर होती रहते हैं करके हम हमेशा फरकना. നമ്മൾ പുത്രത്വത്തിൽ ഒരു വളർച്ച നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് നിങ്ങൾ എപ്പോഴും വിചിന്തനം ചെയ്തോണം. സ്തോത്രം. ഇനി വന്നേ ഗർക്ക സ്വാമി 13 अध्याय 25वां वचन. गरका स्वामी, द्वार बंद खड़े होकर द्वार बंद करने के बाद तुम लोग बाहर खोल दे. इधर भी उनको क्या बुला रहे हैं? प्रभु, हे स्वामी, കർത്താവേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? തുറന്നു തരണം. ആമേൻ. उस समय अंदर से क्या उत्तर आया അറിയുന്നില്ല. मुझको नहीं मालूम तुम लोग कहां से है. ഇനി ശ്രദ്ധിക്കണേ, ഇത് ഏത് വിഷയമാണെന്നാ പറഞ്ഞേ? कौन सी विषय के बारे में? रक्षा और परमेश्वर का राज्य. इधर यीशु मसीह विषय के बारे में समझाने के समय घर का स्वामी का नाम क्यों लिया? क्यों घर का स्वामी बोला? വീട്ടുടയവൻ, വീടിന്റെ ഉടയവൻ. ഈ വാക്ക് എന്തിനാ യേശു ഇത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ ബോറിംഗ് ആകുന്നുണ്ടോ അതോ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ഇത് മുഴുവൻ ഒറ്റയടിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഒരു വാക്ക് കഴിയുമ്പോൾ അത് നമ്മൾ ഈ ഒരു 5 നില ബിൽഡിംഗ് 5 मंजिल बिल्डिंग बनाने के समय सीधा आकर उसका रूफ हम नहीं बना सकता. पहले क्या करना है? नींव डालना है. അടിസ്ഥാനം ഇട്ടിട്ട് പതിയെ 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 വേണ്ടേ മുകളിലോട്ട് പോകാൻ. എനിക്ക് പറയാൻ എൻ്റെ ഉള്ളിൽ തന്ന കാര്യം പറയണമെന്ന് വലിയ ആഗ്രഹം. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതൊന്ന് ഒരു കാല് നേരെ വെച്ചിട്ട് വേണ്ടേ അപ്പുറത്തോട്ട് പോകാൻ. അല്ലെ വലിയ വിഷയമാവും, തെന്നി വീഴും. അല്ലെ കാലൊരിടത്തും തല ഒരിടത്തും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോകണ്ട. സ്തോത്രം. ശ്രദ്ധിക്കണേ, ക്യോ ഗർക്കാ സ്വാമി ബോല. मेरा एक सवाल है, हम सभी कहां जाने वाला है? कहां जाना है? स्वर्ग. स्वर्ग. इस स्वर्ग के बारे में आपका समझ क्या है? സ്വർഗത്തെക്കുറിച്ച്, നമ്മൾ പോകാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച്, ഗ്ലെൻ അല്ലേ ഗ്ലെൻ, സ്വർഗത്തെക്കുറിച്ച്, स्वर्ग के बारे में हमारा समझ क्या है? क्या नाम है? स्नेहा. क्या है स्वर्ग के बारे में आपका समझ? परमेश्वर, परमेश्वर बनाया हुआ राज्य. ओके. और किसी को और कुछ उत्तर है? नहीं. अरे യോ ഇത് ചോദിക്കുന്നത് തെറ്റാണോ? സോറി, അറിയാൻ വേണ്ടി അത് നമ്മളൊന്നും ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഇൻട്രാക്ഷൻ. ഓക്കെ.
കാരണം നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്ക് എന്ത് വേണം? ഒരു അറിവ് വേണം. ഇവ ഞങ്ങൾ കുറച്ചാൾ മൂന്നാറിലായിരുന്നു. മൂന്നാർ, കോട്ടയവും മൂന്നാറും വലിയ വ്യത്യാസമുണ്ട്. 150 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പക്ഷേ 150 കിലോമീറ്ററിൻ്റെ അല്ല, ഇവിടുന്ന് കോട്ടയത്ത് താമസിക്കുന്ന നിലയിൽ അവിടെ പോയി താമസിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ഒരു അടിമാലി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആനച്ചാലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പതി എന്ത് ചെയ്യാൻ തുടങ്ങും? തണുക്കാൻ തുടങ്ങാം. ഈ കോട്ടയത്ത് നിന്ന് മൂന്നാറിലേക്കാണ് പോകണമെങ്കിൽ സ്വെറ്ററും ബ്ലാങ്കറ്റും ഒക്കെ ആയിട്ട് വേണം പോകാൻ. അപ്പൊ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം, ഇല്ലെങ്കിൽ അബദ്ധമായി പോകും. ഓക്കെ, അപ്പം നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു ചിത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ സാബ് ആപ്കോ നെയ് മാലൂം? मैंने बोला नहीं मालूम. अरे पूरा सोना है बोला. पूरा सोना है എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വർണം കൊണ്ടാന്ന് പറഞ്ഞു. उधर का कमरा सोना है, बिल्डिंग सोना है, उधर का रास्ता भी सोना से है बोला. വഴി പോലും ടാറല്ല, എന്താ സ്വർണ്ണത്തെരുവീതി. ഉദർക്ക ബാത്റൂം ബി സോനായ പോലെ. എനിക്ക് അവിടെ സംശയം തോന്നി, അവിടെ ബാത്റൂമിന്റെ ആവശ്യം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും लेकिन वो आदमी स्वर्ग में जाने के लिए इसलिए चाहते हैं, क्यों? पूरा सोना है. मुझको बहुत अजीब लगा, इधर सोना छोड़ दिया, उधर सोना चाहकर जा रहे हैं. दूसरे एक व्यक्ति ने बोला, अरे पास्टर नहीं मालूम? मैंने बोला नहीं मालूम. अरे पार्क की जैसे है बोला. अच्छा पार्क है ना, पार्क എന്താ പറയുന്നത്? गार्डन. हाँ, बहुत क्या ठंडा ठंडा हवा, बर्फ. अच्छा अच्छा, ऐसा है बोला. अच्छा, उन्होंने ऐसे उत्तर दिया, हम अभी इधर हंस रहे हैं. आप कुछ उत्तर बोलेगा तो मैं दूसरे जगह में जाके बोलेंगे, वो लोग हंसेंगे. ഓക്കെ, പലരുടെ ഉത്തരം കേട്ട് നമ്മൾ ചിരിക്കുക. നമ്മുടെ ഉത്തരം കേട്ടിട്ട് എനിക്ക് വേറെ വല്ലയിടത്ത് പോയി പറഞ്ഞോ. ഓക്കെ, എന്തായാലും स्वर्ग के बारे में क्या चित्र है? बाइबल स्वर्ग के बारे में स्पष्ट करके एक चित्र दिया है. और दूसरी बात, स्वर्ग सुंदर है, लेकिन स्वर्ग इसलिए स्वर्ग है, सोने से बनाया और अलग अलग डायमंड, क्या बोलते हैं, पर्ल, उसके कारण नहीं स्वर्ग स्वर्ग. സ്വർഗം സ്വർഗമാകുന്നത് സ്വർണം കൊണ്ടൊന്നും അല്ല, പരമേശ്വർ ഉദർ ഹെ, ദൈവം ഉള്ളത് കൊണ്ടാണ്. ആമേൻ. നരകം നരകമാകുന്നത് തീ ഉള്ളത് കൊണ്ടൊന്നും അല്ല. ആഗ് की वजह से नहीं नरक नरक, जहां परमेश्वर की उपस्थिति नहीं है. അതുകൊണ്ട് ഞാൻ പറയും, AC റൂമിൽ ഇരുന്നാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ പൊള്ളും. ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ 7 മടങ്ങ് വർദ്ധിപ്പിച്ച ചൂളയാണെങ്കിൽ പോലും AC റൂമിന്റെ അകത്തിരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് 3 ബാലകരെ അഗ്നിക്കകത്ത് ആകുമേ ഡാലിനിക്ക് ബാധ, ഓ ബാഹർ നീ ആരാധാ, അന്തർ घूम रहा था, अंदर घूम रहा था. वो राजा भी पूछा, अरे कितने लोगों को डाला? 3. अरे 4 है, वो बाहर भी नहीं आ रहा, अंदर घूम रहे. അകത്തൂടെ ചുറ്റി നടക്കുക. എല്ലാവരും ഉണ്ടോ ഇവിടെ? ആമേൻ ആമേൻ. ഇനി സ്വർഗം സ്വർഗമാകാൻ കാരണം ദൈവം ഉള്ളത് കൊണ്ടാണ്. ഇനി സ്വർഗത്തെക്കുറിച്ചുള്ള ചിത്രം ദൈവം കൊടുത്തിരിക്കുന്നത്, വചനത്തിൽ കൊടുത്തിരിക്കുന്നത്, അതിന് ദൈവം നിർമ്മിച്ച സ്ഥലം, അതൊക്കെ സത്യം, അതൊക്കെ വളരെ സുന്ദരമാണ്, വളരെ മനോഹരമാണ്. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു 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 കാഴ്ചപ്പാടാണ്. അതൊരു ഒരു ഒരു ഭവനമാക്കിയാണ് ദൈവവചനം ചിത്രീകരിച്ചിരിക്കുന്നത്. ക്യാ? ഭവൻ, ഘർ. ആമേൻ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കേ. 14 का पहला वचन, तुम्हारा दिल व्याकुल ना हो, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. परमेश्वर में विश्वास करो, मुझ पर भी विश्वास कर. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്തത്, मेरे पिता की प्लॉट में, फैक्ट्री में, റിസോർട്ട് में, मेरे पिता की, എന്റെ പിതാവിന്റെ വീട്ടിൽ, അല്ലേ? അങ്ങനെയല്ലേ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ, रहने के लिए बहुत जगह है. नहीं है तो मैं तुमको बोलने वाला था. मैं अभी जा रहा हूं, ഞാനിപ്പോ പോവാ. क्या के लिए?
जगह तैयार करने के लिए, किसके लिए? तुम्हारे लिए. कहा? പിതാ, സ്വർഗം എന്നല്ല പറഞ്ഞ, പിതാക്കി, എന്റെ പിതാവിന്റെ ഭവനത്തിൽ. ഭവനം. ആമേൻ. എന്റെ അപ്പന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം താമസിക്കാനുണ്ട്. ഞാൻ സ്ഥലം ഒരുക്കാൻ പോവുക. എവിടെ? അപ്പന്റെ വീട്ടിൽ. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. अभी मैं जगह को तैयार करने के लिए जा रहा हूं. क्यों? जहां मैं रहता हूं उधर तुम भी मेरे संग रहे. ഞാൻ വസിക്കുന്നിടത്ത് നിങ്ങളും എന്റെ കൂടെ വസിക്കാൻ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാ പഴയ പാട്ടുകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ട് എനിക്കായൊരു. അമേൻ, അമേൻ. യെരുശലേമിൻ ഇമ്പ വീടേ. എല്ലാരും ഉണ്ടോ? അമേൻ, അമേൻ, ഹല്ലേലൂയ. പഴയ പാട്ടുകളെല്ലാം ഇതാ പറയുന്നത്. ഏതാ? ഇഷ്ടംപോലെ പാട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അമരാവതിയിലായതുകൊണ്ട് എനിക്ക് ഒത്തിരി എന്താ പറയുന്നത്, ഹിന്ദി എപ്പോഴും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു മലയാളിയേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, സ്വർഗത്തെക്കുറിച്ച് തിരുവഴുത്ത് തരുന്ന ചിത്രം ഏതാ? ഒരു ഭവനവ. ആമേൻ, ആമേൻ. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് अनंतकाल का जीवन, उसका मतलब मरने के बाद और जिंदा रहेंगे वो नहीं. आमेन. नरक में भी वो लोग जिंदा है ना मरने के बाद, ऐसा तो वो भी अनंत जीवन होगा, होना चाहिए. आमेन. നിത്യജീവൻ എന്ന് പറയുന്നത് വായിച്ചോ? 1 യോഹന്നാൻ, 1 ജോൺ ചാപ്റ്റർ 2 രണ്ടാം അധ്യായം. 1 യോഹന്നാൻ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം, 24वां वचन. शुरुआत से जो तुम सुन चुका यदि तुम में रहता है तो you will dwell in Father and in His Son. നിങ്ങൾ പിതാവിലും പുത്രനിലും वसिक्युम. यही है उन्होंने हमारे लिए दिया हुआ वायदा, प्रतिज्ञा. क्या? नित्य जीवन തന്നെ. ആമേൻ. അങ്ങനെയെങ്കിൽ നിത്യജീവൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പിതാവിനോടും പുത്രനോടും കൂടെ ഉൻകി ഭവൻ മേ ഉൻകി സംഘ രഹന വാസ്കർണ. ഇനി ഇതൊന്ന് പറയുമ്പോൾ എനിക്ക് പലയിടത്തും ഈ പെന്തക്കോസ്തുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ പെന്തക്കോസ്തുകാരാണല്ലോ അല്ലേ? നമ്മൾ എന്തിനാ ദൈവം സൃഷ്ടിച്ചേ? എന്തിനാ? why God created us? परमेश्वर ने हमको क्यों बनाया? ആരാധന करने के लिए. അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ച വന്നിട്ട് 10 തൊട്ട് 1 മണി വരെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ പോക്കാം. പിന്നെ അടുത്ത ഞായറാഴ്ച വന്ന് അല്ലേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ. प्रियो, सही में परमेश्वर ने हमको आराधना, हम बोलने वाला आराधना नहीं, बाइबल बताने वाला आराधना. वो 2-3 घंटे का कार्यक्रम नहीं, 24/7 है, 24 घंटे का प्रोग्राम है. ആമേൻ, ആമേൻ. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം തന്നെ തന്നോട് കൂടെ. ഞാൻ कई चर्च में जाने के समय उधर की जवान लोग कभी कभी माता पिता के साथ चर्च में नहीं आते हैं. वो क्या बोल रहे हैं? वो बहुत बोरिंग है ना. और वो बोल रहे हैं स्वर्ग में भी क्या है? आराधना है. बोला इधर चर्च में 1.5 घंटा भी आप मुश्किल से बैठ रहे. बोला उधर मेरा प्रियो, स्वर्ग
उसका जो चित्र प्रभु की वचन दिया, परमेश्वर की भवन में उनके संग रहना, उनके संग रहना. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് സുവിശേഷ വേലയിൽ विशुद्ध पौलोस सेवकाई के बारे में बोलने के समय ये शब्द बहुत जगहों में दिया है. आपको जस्ट देखना, पहला कोरिन्थियों की पत्री 1 कोरिन्थी लेखनम उसका 3 अध्याय का 9वां वचन देखना. ദൈവത്തിന്റെ നിങ്ങൾ ആരാ? हिंदी में क्या शब्द दिया? परमेश्वर की रचना. ശരിക്കും അത് ഒരു ഭവനത്തിന്റെ ചിത്രം അവിടെ കൊടുക്കുന്നത്, ഗൃഹനിർമ്മാണം. आमेन. और आई एफेसियों की पत्री, एफेसियों की पत्री उसका 2 अध्याय उसका 19वां वचन देखना. अब तुम लोग मुसाफिर और परदेशी, अन्य लोग और परदेशी नहीं, आप लोग पवित्र लोगों की सहवारिस. अयो, तुम लोग कौन है? परमेश्वर की. कौन सा शब्द हिंदी में दिया? घराना. बोलो प्रभु यीशु मसीह की. അപ്പൊ ദൈവമക്കളെ നോക്കി പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇനി ആരാ? ദൈവത്തിന്റെ ഭവനക്കാർ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ആമേൻ. അപ്പം നിത്യജീവൻ എന്ന് പറഞ്ഞ്, സ്വർഗത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞ്, സ്വർഗീയ ജീവൻ नहीं तो अनंतकाल का जीवन, उसके बारे में प्रभु का वचन देने वाला समझ एक घर का, घराने का चित्र है. ഒരു വീടിന്റെ ഭവനത്തിന്റെ ചിത്രമാണ്. ആമേൻ. और वो भवन के लिए जिसका तैयारी होते हैं, उसी के लिए जो कलीसिया परमेश्वर ने पृथ्वी के ऊपर रखा, कलीसिया के बारे में भी परमेश्वर चाहने वाला बात, कलीसिया भी परमेश्वर की भवन की जैसे होना. എല്ലാവരും ഉണ്ടോ? आमेन. आज वो दुख की बातें, आज हमारा लेबल भी बदल डाला. जुने समय में केरला में जाके देखना, पास्टर जहां रहते हैं, जहां आराधना होते हैं, उधर एक शब्द दिया है, फेथ होप, विश्वास भवनम. आज वर्शिप सेंटर हो गया. എല്ലാവരും ഉണ്ടോ ഇവിടെ? നമ്മൾ ഒത്തിരി അബദ്ധത്തിലാണ്. നമ്മൾ ജാതികളുടെ ആ ഒരു രീതി, സ്ട്രക്ചറിൽ നമ്മൾ അറിയാതെ അങ്ങ് പോവുക. അവർ പള്ളിയിൽ പോകുന്നു, അവർ അമ്പലത്തിൽ പോകുന്നു, അവർ മസ്ജിദിൽ പോകുന്നു. നമുക്ക് എവിടെയെങ്കിലും 2 മണിക്കൂർ പോയൊന്ന് അല്ല. സഭയെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമാക്കിയ ദൈവം വെച്ചിരിക്കുന്നത്. घराना. आमेन, आमेन. उसके कारण प्रेरित पौल की कहना देखना विश्वासियों के साथ. पहला तेसलोनियन की पत्री, 1 तेसलोनिकर, पहला तेसलोनिकर पत्री उसका 2 अध्याय उसका 6वां और 7वां वचन. 1 തെസ്സലോനിക്കർ 2:6-7 വാക്യങ്ങളിൽ അപ്പോസ്തോലനായിട്ടിരുന്നിട്ട് വിശ്വാസിയോടുള്ള അവരുടെ മനോഭാവം, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ അപ്പോസ്റ്റൽ ടുവേർഡ്സ് ബിലീവേഴ്സ്. परमेश्वर की प्रेरित होकर हम हेडवेट के साथ वही बैठ सकते हैं. यस, हम किसी से आदर को नहीं ढूंढा. और आगे, अरे पास्टर का दिल देखना. एक मां अपने बच्चे को, अरे हिंदी में कौन सा शब्द है? कौन? हालेलुया. കാരണം സഭയെന്ന് പറയുന്നത് ദൈവത്തിന്റെ എന്തുവാ? ഭവനമാ. हालेलुया.
നിത്യജീവനിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരുക്കം നടക്കേണ്ട സ്ഥലമാ സഭ. आमेन. ये कलीसिया को एक परिवार का चित्र, घराने का चित्र दिया है. और उतना नहीं, आप दूसरा अध्याय का 11वीं वचन देखना, 11वां वाक्य. ओ जो परमेश्वर अपना राज्य और महिमा के लिए जो परमेश्वर तुमको बुलाया, उसकी योग्यता के अनुसार तुम लोग चलने के लिए हम प्रेरित होकर, पगले बोला एक मादा अपने बच्चों को, अभी बोल रहे कैसे, एक अपन, एक पिता अपने बच्चों को जैसे प्रबोधन करते हैं, वैसे हमने क्या किया. बोलो प्रभु यीशु मसीह की ഹല്ലേലൂയ. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വം ഒരുത്തനെ ദൈവം ഏൽപ്പിക്കുമ്പോൾ അവന് വേണ്ട ക്വാളിഫിക്കേഷൻ എത്ര നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നു ഒന്നും അല്ല വിഷയം. ആമേൻ. तिमोती को जो लिखा हुआ पहला पत्री 3 अध्याय 1 लेखन 3 अध्याय उसका पहला वचन से लेकर देखना. एक व्यक्ति कलीसिया की अध्यक्ष होने के लिए चाहता है तो वो अच्छी काम को चाहते हैं. आ आ आ आ आ आ आ आ बस 4th वर्ष 4 वाक्यम. आ आ आ कलीसिया की अध्यक्ष होने के लिए कोई चाहते हैं तो अच्छा बिजनेस करने वाला नहीं, ऐसा आदमी होना चाहिए अपने खुद की परिवार को बराबर संभालने वाला होना चाहिए. क्यों क्यों? आगे वचन क्या लिखा? आगे അമേൻ. നല്ല ബിസിനസ് ചെയ്യുന്നവനോ വാചാതിരി ഉള്ളതോ പാട്ട് പാടുന്നതോ വർഷിപ്പ് ഇതൊന്നുമല്ല വിഷയം. आमेन. अपने खुद के परिवार को बराबर संभालने वाला चाहिए, कलीसिया को संभालने वाला. आधा क्वालिफिकेशन. क्योंकि कलीसिया क्या है? परमेश्वर का भवन. आमेन आमेन. आज बहुत जगहों में ऐसे कंसेप्ट नहीं है. हम कलीसिया को एयर कंडीशन करके टाइल्स डालकर हमको बीच में आकर बैठकर जोर से क्या करना है ये करके 2-3 घंटा रिलैक्स करके हमको वो आराधना हो गया, कुछ ना कुछ किया करके हम ऐसे जा रहे हैं. एक बार ഓക്കെ സോറി ഓക്കെ ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അത് വേറെ വഴിക്കൊന്നും പോകണ്ട. കാര്യം മനസ്സിലാക്കുക. ആമേൻ 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 ആമേൻ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, പുതിയ സൃഷ്ടിയാകുമ്പോൾ സുവിശേഷം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ ദൈവം വിടുവിക്കുമ്പം ഒറ്റയ്ക്കല്ല വിടുവിക്കുന്നത്, അവന്റെ കുടുംബത്തെയും കൂടെ കൂട്ടിയ ദൈവം രക്ഷിക്കുന്നത്. ആമേൻ. സ്തോത്രം. ലോത്തിനെ പിടിച്ചോണ്ട് ഓടുമ്പോൾ ഒറ്റയ്ക്കല്ല, കുടുംബത്തെയും കൂടെ കൂട്ടിയ. ആമേൻ. ആഖാന് മേളിൽ ന്യായവിധിയുടെ ദൈവ കരം നീട്ടുമ്പോൾ ഒറ്റയ്ക്കല്ല, കുടുംബത്തെ കൂട്ടിയ. ലൂദിയ ഒറ്റയ്ക്കല്ല, കുടുംബത്തെ കൂട്ടിയ. നോഹ ഒറ്റയ്ക്കല്ല, കുടുംബത്തെ കൂട്ടിയ. ആമേൻ ആമേൻ. അനന്യാസിന്റെ മേൽ ദൈവകരം നീട്ടുമ്പോൾ ഒറ്റയ്ക്കല്ല, ഭാര്യയെ കൂടെ കൂട്ടിയ. എല്ലാവരും ഉണ്ടോ ഇവിടെ? കാരാഗ്രഹ പ്രമാണി ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ടാ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്ന കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവരാജ്യത്തിന്റെ സ്ഥാപനം, ദൈവരാജ്യം ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിലെ രാജ്യമായി ഇസ്രയേൽ,
അതും ഒരു കുടുംബമാ. ഒരുവനെ തെരഞ്ഞെടുത്ത് അവന്റെ മകനെ പിന്നൊരു 12 മക്കളെ 12 ഗോത്രമാക്കി ഒരു കുടുംബമായിട്ടാ വെക്കുന്നത്. രക്തത്താൽ ജയം. നിങ്ങൾ ദൈവമക്കളായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ ഉള്ളിൽ വേണം. ആരാധിക്കാൻ വരുമ്പോൾ വെറുതെ പാട്ട് പാടി പോകാനല്ല കൂട്ടായ്മ വെച്ചിരിക്കുന്നത്. ഇത് ആരാധനയോഗമല്ല, ആരാധനയോഗമല്ലിത്. ഇതിന് കൊടുത്ത യഥാർത്ഥ പേര് വിശുദ്ധ സഭായോഗം എന്ന് തന്നെയാ. ആരാധന എല്ലാം നിമിഷവും വേണം. അല്ല 2 മണിക്കൂർ ഇവിടെ സാഷ്ടാംഗ പ്രോസ്കുനിയോ എന്നുള്ള വാക്കാ കൊടുത്തിരിക്കുന്ന ഗ്രീക്കിൽ. പ്രോസ്കുനിയോ ആരാധനയ്ക്ക് എന്ന് വെച്ചാൽ സാഷ്ടാംഗ പ്രണാമം. 8 അവയവങ്ങളും നിലത്ത് മുട്ടി അങ്ങ് അർപ്പിച്ചങ്ങ് കിടക്കുക രാജാവിന്റെ മുമ്പിൽ. ഇത് 3 മണിക്കൂർ നേരത്തേനല്ല. സൺഡേ രാവിലെ 10 മണി തൊട്ട് 1 മണി വരെ സമർപ്പിച്ച് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഒറ്റ പോക്ക. പിന്നെ അടുത്ത ഞായറാഴ്ച വരെ നമ്മൾ മസിൽ പവറെല്ലാം കാണിച്ച് അതും ഇതുമെല്ലാം ചെയ്തിട്ട് പിന്നെ വന്നിട്ട് എല്ലാവരും ഉണ്ടോ ഇവിടെ? സ്തോത്രം, 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 സ്തോത്രം. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. കൂട്ടായ്മ ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരപ്പന്റെ മക്കളായിട്ട് നിങ്ങളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പങ്കുവെച്ചും വേദനകൾ ഷെയർ ചെയ്തും തമ്മിൽ ഭാരങ്ങളെ ചുമന്നും ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിറവേറ്റണം. അതിനായി കൂട്ടായ്മ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മെഗാ വർഷിപ്പ് സെന്ററൊക്കെ ശരിക്കും ഭയങ്കര അബദ്ധമാ. അടുത്തിരിക്കുന്നവനെ അവന്റെ വേദനയൊന്നും നമ്മൾ അറിയുന്നില്ലെങ്കിൽ കൂട്ടായ്മ കൊണ്ട് ഒരർത്ഥമില്ലെന്നേ, ഒരർത്ഥമില്ല. ദൈവം വെച്ചിരിക്കുന്ന ഉദ്ദേശം വേറെയാ. അതുകൊണ്ട് പണ്ടുള്ള സഭായോഗങ്ങൾ പോലും 1-ാം നൂറ്റാണ്ടിൽ കൂട്ടായ്മകൾ പോലും ഹാളിനകത്തല്ലായിരുന്നല്ലോ. പിന്നെ എവിടെയായിരുന്നു? ഒച്ചേ പറ, ശബ്ദത്തിൽ പറ. ഘർമേന്താ. എല്ലാരും ഉണ്ടോ ഇവിടെ? आमेन, 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 आमेन. इसलिए यीशु मसीह प्रार्थना सिखाओ करके बोला, ए मेरा पिता नहीं बुलाया, ए हमारे स्वर्गीय पिता, ഞങ്ങളുടെ സ്വർഗീയ ദൈവ പിതാവേ. സ്തോത്രം, 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 സ്തോത്രം. ശ്രദ്ധിക്കണം, സ്വർഗത്തെക്കുറിച്ചുള്ള ചിത്രം ഒരു കുടുംബത്തിന്റെ ചിത്രമാണ്. ആമേൻ, ആമേൻ. ഇവിടെ പറഞ്ഞു വീട്ടുടയവൻ എഴുന്നേറ്റ് ഗർക്ക സ്വാമി ഉടുക്കർ ദ്വാർ ബന്ദ് കർണേ കെ ബാദ്. ഏതാ വാക്യം? ലൂക്ക 13:25. വീട്ടുടയവൻ എഴുന്നേറ്റ്. രക്ഷിക്കപ്പെടുക, ദൈവരാജ്യം. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പം വീടിന്റെ ഉടയവൻ എന്നുള്ള ശബ്ദം വന്നു, ആ വാക്ക് വന്നു. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായോ? ആമേൻ. ഗർത്താസ്വാമി, വീടിന്റെ ഉടയവൻ എഴുന്നേറ്റ് വാതിലടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് ഖട്ഖടാക്കർ, ഹേ പ്രഭു ഹമാരെ ലിയേ ഖോൽ ദോ. ഓ സമയ ക്യാ ഉത്തർ ദേ രേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ പോലാ ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യം വായിച്ച് എനിക്ക് ഒത്തിരി പേടി വന്നു. ക്യോ? क्योंकि मैं तुमको नहीं जानता हूं, वो शब्द सुनने के कारण नहीं, लेकिन ये लोगों ने एक उत्तर दिया आगे. वो उत्तर देखने के बाद मेरा डर बढ़ गया. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എവിടുന്നാണ്. അന്നേരം ഇവരെന്താ പുറത്തുനിന്ന് ഉത്തരം പറയുന്നേ? ക്യാ ഉത്തർ ദേ രേ ബാഹർ സേ? സ്വാമി हमने तेरे सामने क्या किया? खाया पिया. അയ്യോ, ഞങ്ങൾ നിന്റെ മുമ്പിലല്ലേ തിന്നുകയും കുടിക്കുകയും ചെയ്തത്. ഞങ്ങളുടെ തെരുക്കളി വന്ന് നീ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചില്ലേ? എത്ര പ്രാവശ്യം ബൈബിൾ സ്റ്റഡി എടുത്തതാ? നമ്മൾ ഒരുമിച്ച് ചായയും ബിസ്ക്കറ്റും ബിരിയാണിയൊക്കെ ഒരുമിച്ചല്ലേ കഴിച്ചത്? എന്നിട്ട് ഇപ്പൊ പറയുക അറിയുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? അറിയുന്നില്ലെന്നൊരു വെറുതെ കാലം പറഞ്ഞാൽ നമുക്ക് സഹിക്കാം.
लेकिन जिसके बारे में हमने जान लिया था वो मुझको बराबर जानते हैं करके, जिसके बारे में मैंने जान लिया, वो एक दिन बोल रहे मैं तुमको नहीं जानता हूं, तुम कहां से करके। എന്നെ അറിയുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ എന്നെ നോക്കി ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞ അത്ര ഭയാനകമാണ്. പതി സുബഹ് घर से निकला काम के लिए. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, വൈകുന്നേരം തിരിച്ച് വാതിലെ മുട്ടുമ്പോ ഭാര്യ എന്ന് പറയാം ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറഞ്ഞ. ആമേൻ. അതിലും ഭയാനകമായത്. എല്ലാരും ഉണ്ടോ ഇവിടെ? വളരെ ശ്രദ്ധിക്കണം. വിഷയം ഏതാ? രക്ഷ, ദൈവരാജ്യം. ऐसा है तो परमेश्वर की राज्य को ऐसा एक चित्र भी है, परमेश्वर को ऐसा एक चेहरा भी है. भूलना नहीं, നമ്മൾ മറക്കണ്ട. കർത്താവിന് ഇങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ട്. അയ്യോ, അറിഞ്ഞു എന്ന് ചിന്തിച്ചയാള് ഇപ്പം ഞങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്ന ഒരു മുഖം. आमेन, आमेन. दैवराज परमेश्वर की राज्य की संबंध में उद्धार की विषय के बारे में यह बात बताया, इसलिए इसकी गंभीरता बहुत बड़े है. आमेन, आमेन, आमेन. अयो, ये जो प्रशासित वाक्य में भी हम देख सकते हैं ना, यीशु ने बोला ना, तू ठंडा भी नहीं गरम भी नहीं. ठंडा होता है तो नहीं, तो गरम होता है तो भी चलता था, लेकिन तू ठंडा नहीं गरम नहीं, तू ഗുൺഗുണ. ക്യാ ബോൾത്തെ? ഗുൺഗുണ. നീ ശീതവാനായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഉഷ്ണവാനായിരുന്നേലും നീ ശീതോഷ്ണവാനാകയാൽ വായിന്ന്. कौन बोल रहे हैं? आरएसएसकारों को देखकर नहीं बोला. जिसके लिए अपना लहू बहाकर खरीद लिया वो कलीसिया को देखकर बोल रहे हैं. തന്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ സഭയെ നോക്കിയാ പറയുന്നത്. ഉമിണ്ണ കളയുമെന്ന. ऐसा एक चेहरा भी है उनको. क्यों बोला इसे? क्यों बोला? तू गरम भी नहीं ठंडा भी नहीं, നീ ശീതവാനുമല്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതെ ഉഷ്ണവാൻ എന്ന് പറഞ്ഞാൽ, ശീതവാൻ എന്ന് പറഞ്ഞാൽ നീ തണുപ്പുള്ളവനും ചൂടുള്ളവനും. ചിലർ പാസ്റ്ററെ പാട്ടൊക്കെ അങ്ങ് തുടങ്ങി നല്ല ചൂടാന്ന് പറഞ്ഞു, അവരൊക്കെ നല്ല എനർജി ആയിട്ട് അവരാണ് ഉഷ്ണവാൻ. മറ്റേ ചിലരുണ്ടിങ്ങനെ തണുത്തൊക്കെ ഇരിക്കും, അതാണ് ശീതവാൻ. അയ്യോ, അതല്ല. അങ്ങനെ ആരെങ്കിലും കർത്താവ് പറഞ്ഞല്ലോ, ഇനി ഉഷ്ണവാനാണെങ്കിലും കുഴപ്പമില്ല, ഇനി മുഴുവൻ ശീതവാനായാലും കുഴപ്പമില്ല, പക്ഷെ ശീതോഷ്ണവാനാകയാൽ. അങ്ങനെയാണ് കൈകൊട്ടാതിരിക്കുന്നവനും കൈകൊട്ടുന്നവനും ഇതൊന്നും കുഴപ്പമില്ല. അതല്ലല്ലോ ഇവിടെ വിഷയം. ശീതോഷ്ണവാനാകയാൽ. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, വാസ്തവമായിട്ട് ചോദിക്കുക, ചിന്തിച്ചിട്ടുണ്ടോ? എന്തോ? ഏതാ? ശീതോഷ്ണവാൻ കള്ളനാണ്. ഇവിടെ ഈ ശീതം ഉഷ്ണം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാക്ക് കർത്താവ് പറഞ്ഞു, ഐ നോ യുവർ ഡീഡ്സ്, मैं तेरे कृत्य को जानते हैं. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ശീതവാനല്ല ഉഷ്ണവാനല്ല എന്ന് പറഞ്ഞാൽ ഈ ശീത ഉഷ്ണവും പരസ്പര एक आपस में विरुद्ध स्वभाव है. जहां ठंडा है उधर गर्म नहीं हो सकता, जहां गर्म है उधर ठंडा नहीं हो सकता. जैसे उजियाला अंधारा, जैसे श्राप, जैसे कड़वा मीठा, जहां आशीष श्राप, അനുഗ്രഹവും ശാപവും, മധുരവും കയ്പും, ഇരുട്ടും വെളിച്ചവും, ഉഷ്ണവും ശീതവും. എല്ലാവരും ഉണ്ടോ ഇവിടെ? പരസ്പര വിരുദ്ധമായ രണ്ട് സ്വഭാവങ്ങൾ. मैं तेरे कामों को जानता हूं, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണ, സ്വഭാവത്തിന്റെ വൈരുദ്ധ്യമാണ്. തിരിച്ചു പറയാം നമുക്ക്, നീ നല്ലവനുമല്ല മോശക്കാരനുമല്ല. നീ നല്ലവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇനി നീ മുഴുവൻ മോശക്കാരനായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ നല്ലവനായ മോശക്കാരനാകയാൽ, അല്ലെങ്കിൽ മോശക്കാരനായ നല്ലവനാകയാൽ വിടത്തില്ല. എല്ലാരും ഉണ്ടോ? അതെ, ഈ മോശക്കാരനായ നല്ലവനോട് ഇത്ര ദേഷ്യം കർത്താവിന്? എല്ലാരും ഉണ്ടോ ഇവിടെ? എന്താ ദൈവത്തിന് ഇത്ര ദേഷ്യം?
അല്ലല്ലോ, അതൊന്നുമല്ല. എന്താ ഈ നല്ലവനായ മോശക്കാരനായ? ഇത് ദൈവത്തിന് ഏറ്റവും വിരോധിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ. എന്നാ പേരെന്നാ പുള്ളിയുടെ? നമ്മുടെ വിരോധി ആരാ? ദൈവത്തിന് ഓപ്പോസിറ്റായിട്ട് പുള്ളിയല്ലേ നിൽക്കുന്നത്, അല്ലേ? ആണോ? പിശാചാകാനുള്ള കാരണം ഇതാ, ഈ സ്വഭാവമാ. ഏതാ? വൈരുദ്ധ്യമായ സ്വഭാവം ഒരാളിൽ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാ ഈ രണ്ട് വൈരുദ്ധ്യമായ സ്വഭാവം ഒരാളിൽ വരുമ്പോൾ. പിശാചാകാനുള്ള കാരണവത शैतान को शैतान इसलिए कहलाते हैं, ये स्वभाव की विरुद्धता. ഫോർ എക്സാമ്പിൾ, ഇനി എക്സാമ്പിൾ പറയാം. കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ ആര് വരിക? യൂദാസ് വരിക. ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ദിഖായി ദേന. 12 लोगों के साथ यीशु खड़े हैं, नहीं तो 11, ओके, ये 12 भी, ओके, 11 പേരുടെ കൂടെ യേശു നിൽക്കുക. एक बार मुझको बहुत अच्छा लगा, यीशु मसीह को स्पेशली दिखाई देने के लिए कोई तो चाहिए. 11 के साथ रहने के समय कोई अलग दिखाई देने वाला कुछ भी क्या ഒന്നും 11 പേരോട് കൂടെ നിൽക്കുമ്പം തന്നെ യേശു ആണെന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരാൾ വേണം. മുഖത്ത് ലൈറ്റൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, പ്രത്യേക ഡ്രസ്സൊന്നും ഇല്ല. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഉദർ കോൻ ആരെ? യൂദ. അദ്ദേഹത്തിന് വേണ്ട രണ്ട് രീതി ചെയ്യാലോ. കാണിച്ചു കൊടുക്കാം, പടയാളങ്ങളെ കൊണ്ട്. മൂന്നാമത് നിൽക്കുന്ന ആളെ കണ്ടോ? ആ വെള്ള ഇതിട്ട് കണ്ടോ? ആ ചുമല അരക്കെട്ട് കിട്ടി. മൂന്നാമത് നടന്നു പോന്നെ. ഇങ്ങനെ വേണമെങ്കിൽ കാണിക്കാലോ, കാണിക്കാം. പക്ഷെ ഇപ്പൊ യൂദ വരുന്നത് ഒറ്റയ്ക്കല്ല. അന്ന് രാത്രിയിൽ അത്താഴം നടക്കുമ്പം നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. കോനെ एक आपस में चर्चा हुई. यीशु ने बोला जिसको मैं, यीशु ने उनको क्या किया? टुकड़ा 4 में डालकर उनको दिया. जब उन्होंने टुकड़ा लिया, शैतान उनमें समा गया. पिशाच അവനിൽ കടന്നു. अभी वो आ रहे, फुल इविल स्पिरिट में आ रहे. आमेन, आमेन. अभी शैतान का स्वभाव है ड्यूअल पर्सनालिटी. आमेन. दिखाई देना उद्देश्य, लेकिन दिखाने वाला बात बोलो प्रभु यीशु मसीह की. बाहर चुंबन, अंदर पकड़े वाले को दिखाई देने का बात. इसलिए यीशु मसीह वो जो अपने अंजीर की पेड़ को श्राप दिया ना, यीशु को भूख लगा, विषन्नु, दूर से देखा, पत्ता लगा के अंजीर का पेड़, लारी वंडो, उसके पास गया, लेकिन फल नहीं देखा. यीशु ने उसको डांटा, जड़ से लेकर सूख गया, पेड़ोड़े उणंगी पुई. और उधर ऐसे भी लिखा है अंजीर की फल का सीजन भी नहीं था. क्यों? यीशु इतना जानने के बाद भी क्यों इसको श्राप दिया? क्योंकि अंजीर का पेड़ का एक विशेषता है, जब फल लाते हैं पत्ता भी लगाएंगे. आमेन. ദൂരെന്ന് ഇല കണ്ടപ്പം ഫലമുള്ള പത ഇല ഇടും. അതിന്റെ അർത്ഥം ഇല ഇട്ട് നിന്നാൽ അതിന്റെ അർത്ഥം അതിലെന്തുണ്ട്? ഫലമുണ്ട്. അപ്പൊ പുറമേ ഇല കാണിക്കുന്നു, അടുത്ത് ചെല്ലുമ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി. ഹല്ലേലൂയ, ആമേൻ. അനന്യ സഫീറ എല്ലാവരും ഉള്ളതെല്ലാം വിറ്റിട്ട് കൊണ്ടുപോയി വെക്കുമ്പം ആരും പറഞ്ഞ് നിർബന്ധിച്ചൊന്നുമില്ല. വിറ്റില്ലാലും വെച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിലത്തിൽ മുഴുവൻ വിറ്റില്ല, അതും ഒരു ഭാഗം വിറ്റിട്ട് അതിൽ നിന്നും ഒരംശം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും കുറച്ചാണ് കൊണ്ടു കൊടുക്കുന്നത്. ബാഹർ ദിഖായി ദേ രേ സബി ഹേ ഇധർ. എല്ലാവരും ഉണ്ടോ ഇവിടെ? ആമേൻ, ആമേൻ. കർത്താവിന് അങ്ങനെ ഒരു മുഖം കൂടെ ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റിലൊന്നും അങ്ങോട്ട് പാടാന്നാ പറഞ്ഞത്. എന്നാ ജോഷുവ?
ജോഷ അല്ലേ? രാവിലെ ജോഷയുടെ പേര് ഇന്നാ പഠിച്ച. ശ്രദ്ധിക്കണം, ഇവിടെ ഇവിടെ വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് മുട്ടിത്തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഇങ്ങനൊരു മുഖം കൂടി ആർക്കുണ്ട്? കർത്താവിനുണ്ട്. അപ്പൊ അവരവിടെ ഉത്തരം പറയുന്നുണ്ട്. എങ്ങനെ അറിയുന്നില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഒരുമിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തതല്ലേ, ഞങ്ങളുടെ ഇടയിൽ വന്ന് നീ പഠിപ്പിച്ചതല്ലേ. आप आकर सिखाया, उस समय याद दिलाने के बाद भी क्या बोल रहे? क्या लिखा है आगे? 27वां वचन. ओ दूर हो. देखिए, मैंने बोला मैं वचन पढ़ने के समय डर गया. मैं नहीं जानता हूं करके बोलने के कारण, सुनने के कारण नहीं, लेकिन जिसके बारे में सोचा सब कुछ जानता है वो बोल रहे मैं नहीं जानता हूं. നമ്മളെക്കുറിച്ച് നന്നായിട്ടറിയുന്നു എന്ന് ചിന്തിച്ചയാള് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ, बोलो प्रभु यीशु मसीह की आमेन. मैं डर गया. मैंने सोचा अरे प्रभु क्यों मैं ऐसे बोला? मैं नहीं जानता हूं. मैं समझने का कोशिश किया, मुझको कुछ नहीं समझ पाया. लेकिन यीशु ने बोला, प्रभु ने मुझको ये विषय വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, സോബിനെ ഒന്ന് സൂക്ഷിച്ചു വായിച്ചേ, ध्यान से पढ़िए. मैं बार बार पढ़ा, बार बार देखो, देखा. यीशु ने बोला उधर मैं नहीं जानने वाला, नहीं जानने वाला व्यक्ति मैं नहीं, ഞാനല്ല അറിയാത്തയാള്. സത്യത്തിൽ വന്നവരാ അറിയാതെ പോയത്. जो लोग आया वो नहीं जान पाया. क्या नहीं जान पाया? എന്തറിയാതെ പോയി? ഞങ്ങൾ ഈ പരിപാടി കാണിച്ചിട്ട് ഈ വീടിന്റെ വാതുക്ക വന്ന് മുട്ടിയാൽ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ഉത്തരം ആളിൽ നിന്ന് വരുമെന്നുള്ള കാര്യം വന്നവർ അറിഞ്ഞില്ല. അറിയാതെ പോയത് ഞാനല്ല, വന്നവരെന്നെ കുറിച്ച് എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. നീ വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഈ ദൈവരാജ്യം സ്വർഗത്തോടുള്ള ബന്ധത്തിൽ ഇതിനെന്താ ഇത്ര പ്രാധാന്യം? എന്താ ഇത്ര പ്രാധാന്യം? कारण वचन स्पष्ट रूप से कहते हैं परमेश्वर चाहते हैं हम उनके संग रहना है. तो वो हमको जान लिया, सही है, लेकिन वो चाहते हैं हम उनको भी जानना. നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അറിയണം, അറിയണം. ഇനി നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. യൂഹന്ന 17 अध्याय യോഹന്നാന്റെ സുവിശേഷം 17. उसका तीसरा वचन देखना, 3 वाक्यम. क्या हिंदी में कितना शुरुआत में वो शब्द दिया, अनंत जीवन नेह है, नित्य जीवन इदा ഏത്? ഏക സത്യദൈവമായ നിന്നെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. എല്ലാവരും ഉണ്ടോ ഇവിടെ? നമ്മൾ ഈ ബഹളം വെച്ച് പ്രസംഗിക്കുന്നതിന് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞതാ. ഞാൻ നേരത്തെ ഓടി നടന്നും ചാടി മറിഞ്ഞൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാം. എങ്ങനെയാണേലും കാര്യം. ഒരു ദിവസം ഞാനിങ്ങനെ ചിലയിടത്ത് ഭയങ്കര ചിലയിടത്ത് ഇങ്ങനെ ഇവർ പറയുന്ന എന്നാന്ന് കേൾക്കത്തില്ല, അവർക്ക് ആ ട്യൂണും ബഹളവും മതി. ഓ ഇന്ന് രാത്രിയിൽ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഫാനിന്റെ കാറ്റ് ശക്തിയോടെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ഇവിടുത്തെ കാറ്റുകൾ വളരെ, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഭയങ്കര കയ്യടി. ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു. കേരളത്തിലാ ചിലർ അതിനു വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. എന്നതാ പറയുന്നൊന്നും കേൾക്കുന്നില്ല. തൂക്കിയിട്ടിരിക്കുന്ന ഫാനിന്റെ കാറ്റ് ശക്തിയോടെ വീശി അടിക്കുന്നെന്ന് പറയും.
ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കൈയടിച്ചേ? ഞാൻ പറഞ്ഞത് വേറെ എന്തുവാ? എല്ലാവരും ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഈ ബഹളത്തിലൊന്നും കാര്യം, സത്യം അതിൻ്റെതായ രീതിയിൽ അറിയാൻ ശ്രമിക്കുക. ദൈവം അതിന് നമുക്ക് ബലം തരട്ടെ. സ്തോത്രം. ഇവിടെ പറയുന്ന ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ അങ്ങ് परमेश्वर चाहते हैं हम उनको जानना, हम उनको जानना. ഇനി തിരിച്ച് ചിന്തിക്കണം. നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഞായറാഴ്ചയും ഇപ്പം പല ചർച്ചകളൊക്കെ സാക്ഷിയൊക്കെ നിർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവല്ല, ചിലയിടത്ത് ഈ കുളവാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് പിന്നെ അടുത്ത വിഷയം ഉണ്ടാക്കുക. കാരണം ഇപ്പൊ അങ്ങനെ പ്രവൃത്തികളൊന്നും അങ്ങനെ ഇല്ലല്ലോ. ദൈവപ്രവൃത്തിയൊന്നും. മക്കൾ ഗൾഫിൽ പോകുന്നു, അവർ വരുന്നു, ഒക്കെയാ സാക്ഷ്യം. പ്ലെയിനെ സുരക്ഷിതമായിട്ട് വന്ന് ലാൻഡ് ചെയ്തു, അതൊക്കെയാ നമ്മുടെ. അല്ലാതെ ആത്മാവ് എടുത്തോണ്ട് പോയെന്നൊക്കെ അങ്ങനെയുള്ളതൊന്നും ഇല്ലിപ്പോ. അത് പോട്ടെ, അത്രയും വിഷമിക്കണ്ട, നിങ്ങൾ അത്രയും ചിന്തിച്ച് ഭാരപ്പെടണ്ട. നമുക്ക് അതൊക്കെയാ ഒന്ന് കുറച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ പ്രത്യേക ചിലരൊക്കെ ചില വിഷയങ്ങളോടൊക്കെ ബന്ധത്തിൽ ചിലരെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അത് പിന്നെ അടുത്ത പ്രാവശ്യം അവരെഴുന്നേറ്റ് പറയും. പിന്നെ ഇവിടെ പറയത്തില്ല. പിന്നെ ഒരു 6 ദിവസത്തെ ഗ്യാപ്പാ. പിന്നെ മുഴുവൻ വാട്സപ്പിലും മൊബൈലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് ഞായറാഴ്ച പിന്നെ അത് വേറൊരു രീതിയിൽ. ഓക്കെ, അങ്ങനെ. അതുകൊണ്ട് ഒത്തിരി സ്ഥലത്ത് എനിക്കറിയാം, ഒത്തിരി സ്ഥലത്ത് സാക്ഷ്യം പോലും എന്ത് ചെയ്തിരിക്കുക, സാക്ഷ്യം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, മിണ്ടാതിരുന്നാൽ മതി. ഓക്കെ, പോട്ടെ. നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങളിൽ പലതും കർത്താവ് നല്ലവനും വല്ലവനും അല്ലേ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്തു അല്ല. നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ മുഴുവനിലും 99% ദൈവം നമ്മെ അറിഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങളാണ്. परमेश्वर मेरी जरूरत को जान लिया, परमेश्वर मुझको जान लिया, मेरे दर्द को जान लिया. എൻ്റെ വിഷയങ്ങളെ കർത്താവ് അറിഞ്ഞു, ഉത്തരം തന്നു. लेकिन हमारे जीवन में ऐसा गवाही होना चाहिए, हमारा जरूरत वो जाना उतना नहीं, मैं प्रभु की जरूरत को जान लिया. എല്ലാവരും ഉണ്ടോ ഇവിടെ? ദൈവം ഹന്നയുടെ ആവശ്യത്തെ അറിഞ്ഞു. हन्ना की जरूरत को जान लिया, एक बेटे को उनको दिया. लेकिन अभी हन्ना परमेश्वर की जरूरत को जान लिया, वो बेटे को उनके हाथ में दिया. परमेश्वर पत्रोस की जरूरत को जान लिया, शून्य हुआ उनका दोनों नाव भरकर मछली दिया. 2 പടകും നിറച്ചു കൊടുത്തു. पत्रोस यीशु की जरूरत जान लिया, वो भरा हुआ नाव को छोड़कर प्रभु के पीछे चलने लगा. എല്ലാവരും ഉണ്ടോ ഇവിടെ? हालेलुया, 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 हालेलुया. मेरा प्रियो, आमीन. परमेश्वर चाहते हैं हम परमेश्वर को क्या करना? जानना. अभी ध्यान से सुनिए. अभी है मुझको ज्यादा जो बोलने वाला बात, लेकिन टाइम नहीं. लेकिन 1-2 शब्द में, परमेश्वर अपने एकलौता एक बेटे को ये दुनिया में भेजा. क्या के लिए? हमारा उद्धार के लिए, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു. ഈ രക്ഷ നമുക്ക് ലഭിക്കാൻ വെറുതെ ക്രൂശിൽ മരിച്ച് പാപം മോചിച്ച് തന്നങ്ങ് വിടുന്ന പരിപാടിയല്ല. आमेन. क्यों यीशु को इंसान होकर हमारी जैसे समानता में जो അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപം എടുത്ത് തന്നെ താഴ്ത്തി നമ്മുടെ ഇടയിൽ ഒരുവനെ പോലെ ഇറങ്ങി വന്നതിന്റെ പുറകിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. सिर्फ पापों की इलाज करने के लिए नहीं, दूसरा एक कार्य है, अदृश्य परमेश्वर को. ദൈവം ആത്മാവാകുന്നു. ആരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ പറ്റത്തില്ല.
എന്നാൽ ആ ദൈവത്തെക്കുറിച്ചുള്ള वो परमेश्वर के बारे में ज्ञान पहचान हमारे जीवन में हमारा दिल तक पहुंचाने के लिए वही उद्देश्य के साथ यीशु आया. इसलिए അതുകൊണ്ട് യേശുവിനെ വെറുതെ നിങ്ങളുടെ ആവശ്യം അറിയുന്ന ഒരാളാക്കി മാത്രം വെക്കരുത്. മറിച്ച് ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നവനൂടെ ആയിട്ടാണ് യേശു അയക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളൊന്ന് നോക്കിക്കേ, ഫസ്റ്റ് ജോൺ പഹല യൂഹന്ന की पत्री 5वां अध्याय 5 अध्याय उसका 20वां वचन देखना. पहला यूहन्ना 5 का 20. परमेश्वर का पुत्र आया, दैवपुत्रन वन्नुवेन्नुम सच्ची परमेश्वर को जानने के लिए നമുക്ക് വിവേകം തന്നു എന്നും. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിക്കണം, ദൈവരാജ്യത്തിൽ പോണെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവം നമ്മെ അറിഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാകത്തില്ല. നാം എന്തുകൂടെ ചെയ്യണം? കർത്താവിനെ കൂടി അറിയണം. ആമേൻ. ആ അദൃശ്യനായ ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്വത്തെക്കുറിച്ചുള്ള വിവേകം, അറിവ് നമുക്ക് തരാനൂടെ കൂടിയാണ് ആര് വന്നത്? യേശു വന്നത്. ആമേൻ, ആമേൻ. ദൈവത്വത്തെക്കുറിച്ചുള്ള അറിവ്, ആ അനുഭവം തരാൻ 3 മാധ്യമങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. 1 വചനം, 2 വചനം ജഡമായി തീർന്നിരിക്കുന്ന പുത്രൻ, 3 തന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം വചനം കൊടുത്തു. ആ വചനത്തെ അതിൻ്റെതായ രീതിയിൽ മനുഷ്യൻ മനസ്സിലാക്കാതിരിക്കുമ്പോൾ വചനം ദേഹരൂപമായി വന്ന് വചനത്തിന്റെ ആകത്തുക എന്തെന്ന് ജീവിതത്തിൽ കൂടി എന്ത് ചെയ്യുക? കാണിച്ചു തരിക. ആമേൻ. ആ കാണിച്ചു തന്നതിനെ ഓർപ്പിക്കാനും അതിനെ പഠിപ്പിക്കാനും അതിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കിക്കാനും അതിന്റെ പുറകെ തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണ മാറ്റണം. പരിശുദ്ധാത്മാവിനെ തന്നിരുന്നത് വെറും ഒരു അന്യഭാഷ പറഞ്ഞു നിർത്താൻ വേണ്ടി അല്ല. ആമേൻ. നാം തന്നെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കാൻ, ആമേൻ, ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി തരാൻ വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കാൻ കുറച്ച് ശബ്ദം ഉണ്ടാക്കാൻ, കുറച്ച് അന്യഭാഷ പറയാൻ വേണ്ടി എനിക്ക് പരിശുദ്ധാത്മ വേണം ഇനി പറയരുത്. പറയണം, എനിക്ക് കർത്താവെ അങ്ങേ അറിയണം. ഓ രക്തത്താൽ ജയം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നും ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിന് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഒന്ന് അനുഭവിച്ചറിയേണ്ടതിന്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവമേ, അങ്ങ് എന്റെ ആവശ്യം അറിഞ്ഞിരിക്കുന്നു, സത്യമാ. പക്ഷേ അങ്ങയോടുകൂടെ വസിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം? അങ്ങേ അറിയണം, അങ്ങേ അറിയണം, അങ്ങേ അറിയണം. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാ ആദിസെ വചൻ ഥാ, ആദി മുതലുള്ളതും ജീവനുള്ള ആ വചനം യോഹന്നാൻ പറയുകയാ, ആ വചനത്തെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ശ്രദ്ധയോടെ നോക്കി, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുഭവിച്ചു. 5 ഇന്ദ്രിയങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചു. ഓ സ്തോത്രം. എന്നാൽ പുത്രൻ തന്റെ വെളിപ്പാടിനെ തന്ന് പ്രവൃത്തി തികച്ചു പോകുമ്പം തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുമ്പോൾ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു, അവരുടെ മേൽ പതിഞ്ഞു, അവരുടെ നാവിനെ തൊട്ടു, പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ അവർക്ക് പ്രത്യക്ഷമായി, അവരുടെ ചെവിയിൽ ഒരു വലിയ മുഴക്കത്തെ കേൾപ്പിച്ചു. 5 ഇന്ദ്രിയങ്ങളെയും തൊട്ട പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. രക്തത്താൽ ജയം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്.
ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങൾ വിപരീതമായി വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിപരീത സാഹചര്യത്തെ അല്ല നിങ്ങൾ ഇനി അറിയേണ്ടത്, അതിന്റെ നടുവിൽ നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മിൽ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ ഒന്ന് അറിയാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാ. രക്തത്താൽ ജയം. മിസ്രയീമിൽ നിന്ന് ആ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് നടത്തപ്പെടുമ്പോൾ, ആമേൻ, ആ ജനം ദൈവത്തെക്കുറിച്ച് വലിയ ബോധ്യമൊന്നും അവർക്കില്ല. പക്ഷേ 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തി തന്റെ കരുതലിനെ വെളിപ്പെടുത്തി ചെങ്കടലിലും യോർദാനിലും മരുഭൂമിയിലും മറ്റനാക്യ മല്ലന്മാരെയും ആമെ സമാപിപ്പിച്ചുകൊണ്ട് ദൈവമാ ആമെ ആ ദേശത്തെ അവർക്ക് അവകാശമാക്കി അവരെ നടത്തി പഠിപ്പിച്ച് താൻ ആരാണെന്നുള്ളത് ആ ബോധ്യം അവരുടെ ഹൃദയങ്ങളിൽ ദൈവം കൊടുത്തു. രക്തത്താൽ ജയം. ദൈവമേ, എന്തിനാ परमेश्वर क्यों हमको वनांतर में भेज रहे? परमेश्वर क्यों हमको लाल समुद्र के सामने भेज रहे? परमेश्वर क्यों हमको सूखी भूमि से हमको फिराते हैं? परमेश्वर क्यों हमको समुद्र के बीच में भेजा, तकलीफ के बीच में भेजा, बहुत अलग अलग परिस्थिति में गुजरने के लिए क्यों अनुमति दिया? पौल पूछ रहे, प्रभु क्यों आप शैतान की दूध को मेरे शरीर में कांटा लगाकर बैठने के लिए अनुमति दिया? प्रभु कहते हैं, तुम वो जो तकलीफ को जानने के लिए नहीं, ये तकलीफ के बीच में तुम मुझको पहचानने के लिए हो। कृपा 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 शबाबारी खुरी नखानाला। आज के दिन की समय प्रभु की आत्मा स्पष्ट होकर कहते हैं, ഹാലലിയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ शायद हम पूछेंगे क्यों प्रभु ऐसे, क्योंकि हम जानते हैं हम आज खुद का नहीं. प्रभु ഞാൻ എന്റെ അല്ലെന്ന് आपने दाम देकर मोल लिया, अविടുന്ന് എന്നെ വില കൊടുത്തു മേടിച്ചിരിക്കുന്നു, ഞാൻ അങ്ങയുടേതാ. आपकी ज्ञान के बिना एक बाल भी गिरने के लिए नहीं देते हैं. क्यों मेरे जीवन में अलग अलग परिस्थिति दे रहे? प्रभु का कहना यह है, अरे तुम लोग मुझको पहचानने के लिए നിങ്ങൾ എന്നെ ഒന്ന് അറിയണം. हालेलुया. लेकिन ये जो जानकारी, ये जो जानना सिर्फ सुनकर नहीं, सिर्फ देखकर नहीं, ബൈബിൾ कहते हैं तुम അനുഭവ करके जानना. യഹോവ നല്ലവനെന്ന് കേൾക്കാനല്ല പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് കാണാനല്ല പറഞ്ഞിരിക്കുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഹോറിബു ശകരല ദിബലബറഖനനിയനഹ. हालेलुया. പ്രിയമുള്ളവരെ, പരമേശ്വർ ആത്മാ ഹൈ, ദൈവം ആത്മാവാകുന്നു, कर्ताव आत्मावागुन्नु. इसलिए पौल कहते हैं, हम आज से किसी को शरीर से नहीं जानते हैं. ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇതുവരെ ഞങ്ങൾ അറിഞ്ഞെങ്കിൽ ക്രിസ്തുവിനെയും ഇനി ഞങ്ങൾ ജഡപ്രകാരം അറിയുന്നില്ല. हालेलुया. जब शरीर निर्बल होने के समय आत्मा में वो परमात्मा को, परमेश्वर को आपकी आत्मा में आमीन उनकी महिमा अनुभव करके उनको जानने के लिए परमेश्वर आपके बारे में, मेरे बारे में चाहते हैं. हालेलुया. आंखों को बंद रखना. हालेलुया. 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 मेरा प्रियो, वो दिन जब हम वो भवन के सामने खड़े होकर അമ്മ വീടിന്റെ മുമ്പിൽ മുട്ടിത്തുടങ്ങുമ്പോൾ അകത്തുനിന്ന് അങ്ങനൊരു ശബ്ദം ആ ദിവസം വന്നാൽ വളരെ ഭീകരമാ. लेकिन वो ऐसे हालत में हम नहीं होना. നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയോട്, ദൈവജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഇത് മുന്നമേ അറിയിക്കുകയാ. हालेलुया. हमको जानने वाला परमेश्वर सही है, लेकिन प्रभु चाहते हैं हम उनको भी जानना, पहचानना. നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ അറിഞ്ഞു, എന്നാൽ നാം കർത്താവിനെ അറിയുന്നവരായി തീരാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കർത്താവിൻ്റെ വചനം വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ വാണിംഗ് ആയിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല, അങ്ങനെ ഒരു ശബ്ദത്തിന് വേണ്ടിയല്ല. ദൈവം മുമ്പാകെ ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നമുക്ക് രണ്ട് പേഴ്സണാലിറ്റി വേണ്ട, ഒറ്റ പേഴ്സണാലിറ്റി മതി. ഏക സത്യ ദൈവത്തെ അറിയുന്നതും അവനയച്ച ക്രിസ്തുവിനെ അറിയുന്നതുമാണ് നിത്യജീവനെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ വിചാരിച്ച വിചാരങ്ങളോ നമ്മുടെ അറിവുകളല്ലല്ലോ. നമ്മൾ വിചാരിച്ചത് ദൈവത്തിന് സ്തോത്രം അല്പം ആരാധിച്ച് രണ്ട് അന്യഭാഷ പറഞ്ഞു പോകുന്നതാണ്. അതാണ് പരിശുദ്ധാത്മ അഭിഷേകം. അതല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ. നമുക്ക് തന്ന ആ ഹല്ലേലൂയ യേശു നമ്മെ അറിയുന്നുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് അറിയണം, ക്രിസ്തുവിനെ അറിയണം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എനിക്ക് അവനെ ഒന്ന് അറിയണം. സ്തോത്രം. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. ഈ പകൽ ദൈവത്തിന്റെ ശബ്ദം വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എത്ര പേർ ദൈവമക്കളെ നമ്മൾ എങ്ങനെയാണ് ആയിരിക്കുന്നത്? വചനം കേട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരാണോ? നമ്മൾ പഠിച്ചു വെച്ചതും നമ്മൾ ചിന്തിച്ചു വെച്ചതിനപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവ് ആ വെളിപ്പാട് ഇന്ന് ദൈവദാസനിലൂടെ നമുക്ക് വിളമ്പിത്തരുവാനിടയായി. ദൈവമക്കളെ, നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നമ്മളിൽ ഫലമുണ്ടോ? നമ്മൾ ശീതവാനാണോ? നമ്മൾ ഉഷ്ണവാനാണോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ശീതോഷ്ണവാനാകിയാൽ എൻ്റെ വായിൽ ഞാൻ നിന്നെ ഉമിഴ്ന്ന് കളയും. കർത്താവിനെ അറിയേണ്ടപ്പോഴും അറിയുവാൻ കേട്ടറിവല്ല. എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം. സ്തോത്രം. ആ കേട്ടറിവല്ല, രുചിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ. ദൈവത്തിന് സ്തോത്രം. അവനെ കുറിച്ചുള്ള അറിവും അവനെ അറിയുന്നതും രണ്ടാ. സ്തോത്രം. പലരെക്കുറിച്ചും നമുക്കറിയാം, പക്ഷെ എനിക്ക് കർത്താവിനെ രുചിച്ചറിയണം. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. തള്ളപ്പെട്ടു പോകാൻ ഇടയാകരുത്. നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. വിളിക്കപ്പെട്ടവർ അനേകരാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പദവിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം.